യാത്രയായി പിരിയുന്നു നാം വിരഹനദി പോലെ. ഓർമ്മകൾ പൂക്കുന്ന വിരഹഗാനത്തിൻ മൂളലോടെ. വർഗീസേ, ആ നീയോ? നീ എന്നവിടെ? വണ്ടിക്കൊരു പണി കിട്ടിയടേ. എടോ, നീ ആളിപ്പോഴും ഫിറ്റാണല്ലോ. ഞാനിപ്പോഴും തനിച്ചാണോ? ലത ടീച്ചറെ ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്നു. തന്നെ പറ്റിയൊന്നും ചോദിച്ചില്ല. പക്ഷെ ചോദിക്കാത്തതൊന്നും ചോദിച്ച പോലെ തോന്നി. ചില ആളുകളെ അധികം വൈകുന്നതിന് മുന്നേ കാണണം മനോജെ. എന്നാ ശരി. മോൾ ഇന്നലെ വിളിച്ചു. പേരക്കുട്ടിക്ക് വാശി കുറച്ച് കൂടുതലാണെന്ന്. വാശി ചെറുപ്പത്തിലത് ഭംഗിയാ, മുതിർന്നാലത് ആളുകളെ അകറ്റും. റോഷൻ ചോദിച്ചു അച്ഛൻ എന്താ ഒറ്റയ്ക്കെന്ന്. ലതേ, ഈ സ്ഥലത്തിനൊരു മാറ്റവും ഇല്ല. സ്ഥലങ്ങൾ മാറില്ല മനോജ്, മനുഷ്യരല്ലേ മാറുന്നത്. നമ്മൾ കേൾക്കുന്നതിനേക്കാൾ മറുപടി പറയാനാണ് ശ്രമിച്ചത്. എനിക്ക് ചിലപ്പോൾ തോന്നും നമ്മൾ പിരിഞ്ഞ ദിവസമല്ല, അതിനു മുന്നേ നമുക്ക് നമ്മെ നഷ്ടപ്പെട്ടിരുന്നെന്ന്. അല്ല, നമുക്കിനിയും ഇടയ്ക്ക് കണ്ടൂടെ? വൈകിപ്പോയ കാര്യങ്ങൾ വീണ്ടും തുടങ്ങാൻ എളുപ്പമല്ല. അന്ന് കൂടുതൽ നിന്ന് ഇറങ്ങിയപ്പോഴും നമ്മളൊന്നും മിണ്ടിയില്ല. അന്ന് തോറ്റു കൊടുക്കാൻ നമുക്ക് രണ്ടുപേർക്ക് അറിയില്ലായിരുന്നല്ലോ. കുറച്ചുകൂടി സംസാരിച്ചിരുന്നെങ്കിൽ.
എത്ര നാൾ പ്രിയേ, മനമകലാതെ നാം കണ്ണേത്താ ദൂരത്തെ പൊയ്ക്കിനാക്കളായി യാത്രയായി പിരിയുന്നു നാം വിരഹനദി പോലെ. വാടിയ പ്രണയ പുഷ്പമേ, നിന്നിലെ തേൻ നുകരും ശലഭമായി ഞാൻ. ഒരിക്കൽ കൂടി കാണണമെന്ന് തോന്നി. ഒരുപക്ഷെ ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിലും. യാത്രയായി പിരിയുന്നു നാം വിരഹനദി പോലെ. ഓർമ്മകൾ പൂക്കുന്ന വിരഹഗാനത്തിൻ മൂളലോടെ ഒന്നും മിണ്ടാതെ എന്നും കാണാതെ ഇനി എത്ര നാൾ പ്രിയേ, മനമകലാതെ നാം കണ്ണേത്താ ദൂരത്തെ പൊയ്ക്കിനാക്കളായി യാത്രയായി പിരിയും.